രാജമൗലി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രത്തിൽ ഡ്യൂപ്പിനെ ഒഴിവാക്കി മഹേഷ് ബാബു. 1000 കോടിയാണ് ചിത്രത്തിന്റെ പറയപ്പെടുന്ന ബജറ്റ്. പ്രിയങ്ക ചോപ്രയും പൃഥ്വിരാജ് സുകുമാരനുമാണ് ചിത്രത്തിലെ മറ്റ് 2 പ്രധാന കഥാപാത്രങ്ങൾ. ഇന്ത്യൻ സിനിമയിൽ നിലവിൽ ഏറ്റവുമധികം കാത്തിരിപ്പുയർത്തിയിരിക്കുന്ന ചിത്രമാണ് രാജമൗലി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം. 1000 കോടി ബജറ്റിൽ ഒരുങ്ങുന്നത് 2 ഭാഗങ്ങളായുള്ള ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണ്. ബാഹുബലി ഫ്രാഞ്ചൈസിക്കും RRറിനും പിന്നാലെ രാജമൗലി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടേതായി പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റുകൾക്കും ആരാധകർ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ട് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. SSMB 29 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ കഥയോ ജേണറോ ഒന്നും തന്നെ അണിയറ പ്രവർത്തകർ ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ചിത്രം പറയുന്നത് കാശിയുടെ ചരിത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ ചരിത്രവും ഐതിഹ്യങ്ങളും കോർത്തിണക്കി വലിയ ബജറ്റിൽ തന്നെയാണ് ചിത്രം ഒരുങ്ങുന്നത്. അതിന് കാരണം പുരാണ കഥകളോടുള്ള രാജമൗലി എന്ന സംവിധായകന് ഒരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. എന്തായാലും ചിത്രത്തിനായി ആരാധകരും കട്ട വെയിറ്റിംഗിലാണ്. ഇപ്പോഴിതാ SSMB 29 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിനായി മഹേഷ് ബാബു എടുത്തിരിക്കുന്ന തീരുമാനം സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ചർച്ചയാകുന്നത്. ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ചിത്രമാണ് ഇതെന്നാണ് പറയുന്നത്. ആയതിനാൽ തന്നെ ഡ്യൂപ്പിനെ പരമാവധി ഒഴിവാക്കാനാണ് മഹേഷ് ബാബുവിന്റെ തീരുമാനം. രാജമൗലിയുടെ മുൻ ചിത്രങ്ങളിലെ നായകന്മാരായ പ്രഭാസും രാംചരണുമൊക്കെ തങ്ങളുടെ ആക്ഷൻ രംഗങ്ങൾ പരമാവധി സ്വയമാണ് ചെയ്തത്. ആയതിനാൽ തന്നെ ആക്ഷൻ രംഗങ്ങൾക്കും ചിത്രത്തിന് മൊത്തത്തിലും പരമാവധി റിയലിസം കൊണ്ടുവരാനുള്ള രാജമൗലിയുടെ വിഷനോടൊപ്പം നിൽക്കാനുള്ള മഹേഷ് ബാബുവിന്റെ തീരുമാനമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിൽ മഹേഷ് ബാബുവിന്റെ ഒരു സോളോ ഡാൻസ് നമ്പറും ഉണ്ടായിരിക്കും. ഒരു വലിയ മാർക്കറ്റിന്റെ മാതൃകയിൽ ഹൈദരാബാദിൽ ഇട്ടിരിക്കുന്ന കൂറ്റൻ സെറ്റിലായിരിക്കും ഈ ഗാനരംഗത്തിന്റെ ചിത്രീകരണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ചിത്രം ബോക്സ് ഓഫീസ് തൂക്കുമെന്നും ഉറപ്പാണ്. ചിത്രത്തിൽ താടി നീട്ടി ചുരുണ്ട മുടിയുമായാണ് മഹേഷ് ബാബു എത്തുക. പ്രിയങ്ക ചോപ്രയും പൃഥ്വിരാജും ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രം ഇതിനോടകം ഹൈദരാബാദിലും ഒഡീഷയിലും ചിത്രീകരണം പൂർത്തീകരിച്ചു. അടുത്ത ഷെഡ്യൂൾ ചിത്രീകരിക്കുക കെനിയയിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പ്രദേശത്തെ സംഘർഷാവസ്ഥ കാരണം ഷെഡ്യൂൾ നീളുകയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. സംഘർഷാവസ്ഥ നീണ്ടാൽ ടാൻസിയയിലോ സൗത്ത് ആഫ്രിക്കയിലോ രാജമൗലിയും സംഘവും അടുത്ത ഷെഡ്യൂൾ ചിത്രീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.